ക്രൂരമായ ശിക്ഷ. പണ്ടൊരിക്കൽ ഒരു കുറുക്കൻ രാത്രികാലങ്ങളിൽ പതിവായി ഇറങ്ങി കൃഷിക്കാരന്റെ കൃഷിയും വിളയും നശിപ്പിച്ചു പോന്നു. കുറുക്കനെ പിടിക്കാൻ കർഷകൻ പല കെണികളും വെച്ചെങ്കിലും കുറുക്കൻ വലയിൽ വീണില്ല. പക്ഷേ ഒരു ദിവസം അപ്രതീക്ഷിതമായി കുറുക്കൻ കൃഷിക്കാരന്റെ വലയിൽ വീണു. സന്തോഷത്തോടൊപ്പം തന്നെ കൃഷിക്കാരനിൽ പ്രതികാരാഗ്നിയും ജ്വലിച്ചു. കൃഷിക്കാരൻ കുറുക്കനെ നിർദ്ദയമായി മർദ്ദിച്ചു. വേദന കൊണ്ട് കുറുക്കൻ പുളഞ്ഞു. എന്റെ മാന്യ കർഷക സുഹൃത്തെ, കുറുക്കൻ കൃഷിക്കാരനോട് യാചിച്ചു, ഞാൻ അങ്ങയോട് മാപ്പ് അപേക്ഷിക്കുന്നു. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ താങ്കളുടെ കൃഷിസ്ഥലത്ത് വരില്ല. എന്നെ ദയവ് ചെയ്ത് ഇതിൽ കൂടുതൽ മർദ്ദിക്കരുത്. കർഷകന് കൂടുതൽ ദേഷ്യമായി. ധിക്കാരി, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇഞ്ചിഞ്ചായി നിന്നെ ഞാൻ കൊല്ലും. നിനക്കും നിന്റെ വർഗത്തിലുള്ളവർക്കും എന്നും ഇതൊരു പാഠമാവണോ? കൃഷിക്കാരൻ കുറുക്കനെ ഒരു മരത്തിൽ ചരട് കൊണ്ട് ബന്ധിച്ചു. കുറെ തുണിക്കഷ്ണങ്ങൾ കൊണ്ടുവന്ന് കുറുക്കന്റെ വാലിൽ ചുറ്റി. എന്നിട്ട് കർഷകൻ അതിൽ എണ്ണയൊഴിച്ച് തീ കൊളുത്തി. പ്രാണവേദനയോടെ കുറുക്കൻ പിടഞ്ഞു. കൃഷിക്കാരും കൂട്ടരും ആർത്തു വിളിച്ചു. ആളുന്ന തീജ്വാലയിൽ കുറുക്കനെ ബന്ധിച്ചിരുന്ന ചരട് കത്തിപ്പോയി. ചരട് പൊട്ടിയതും കുറുക്കൻ മരണവെപ്രാളത്തോടെ ഓടി വിളഞ്ഞു നിൽക്കുന്ന പാടത്തിന്റെ നടുവിലൂടെ അവന്റെ കത്തുന്ന വാലിൽ നിന്നുള്ള തീയിൽ വിളനിലം മുഴുവൻ കത്തിച്ചാമ്പലായി. കൃഷിക്കാരന്റെ സർവ്വതും അക്കൊല്ലം നശിച്ചു. കൂട്ടുകാരെ, അമിതമായും ക്രൂരമായും ആരെയും ശിക്ഷിക്കരുത്. സ്വയം നാശമായിരിക്കും ഫലം.